ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനപ്രകാരം രൂപാന്തരം പ്രാപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം. അതായത് ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നവരായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് ചെന്ന് ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മളെ ഓരോരുത്തരെയും കഴുകി ശുദ്ധിയാക്കി നിർമ്മല കന്യകയായി ആ സ്വർഗരാജ്യത്തിൽ കർത്താവിൻ്റെ കൂടെ വസിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. അതിനുവേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്. 2 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കോപിച്ചാൽ പാപം ചെയ്യരുത്. ഇനി അഥവാ നിങ്ങൾ കോപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വച്ചുകൊണ്ടിരിക്കരുത്. അതിന് മുമ്പേ നിങ്ങളത് പറഞ്ഞു തീർത്തിരിക്കണം. പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് ചിലർ. ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് ദേഷ്യം വരും. ഒന്നും സഹിക്കാൻ പറ്റാത്തൊരു സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ കോപം വരുന്നത് മനുഷ്യ സഹജമാണ്, മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. എങ്കിലും കോപിച്ചാൽ നമ്മൾ പാപം ചെയ്യരുത്. എങ്ങനെ കോപം പാപമായിട്ട് മാറും? കോപം കുറേ ദിവസം ഒരാളോട് ഒരു ദേഷ്യം തോന്നി ആ ഒരു കോപത്തിലിരിക്കുവാണെങ്കിൽ അത് പിന്നെ അയാളുമായിട്ടൊരു കയ്പോട് കൂടിയ കോപമായിട്ട് മാറും. അതിനാണ് ക്രോധം എന്ന് പറയുന്നത്. ക്രോധം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എതിർസ്ഥാനത്ത് നിൽക്കുന്നവനെ അടിക്കണം, അവനെ എങ്ങനെയെങ്കിലും തകർക്കണം, എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് പലപ്പോഴും. നമ്മൾ പലപ്പോഴും പല വാർത്തകളൊക്കെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് കോപം കൊണ്ട് ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ അത് പിന്നെ ഒരുപാട് ദുരന്തങ്ങളിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്. അപ്പോൾ ഒരു വാണിംഗ് ആണ് നമുക്ക് തരുന്നത്. കോപിച്ചാൽ നമ്മൾ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലരുണ്ട് കോപിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ വായിൽ നിന്നും അസഭ്യമായിട്ടുള്ള വാക്കുകൾ വരും, പാപമായിട്ട് മാറി. ചിലരുണ്ട് കോപിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ തല്ലാറുണ്ട്, പാപമായിട്ട് മാറി. ചിലരുണ്ട് കോപിച്ചു കഴിഞ്ഞാൽ അത് കൊലപാതകത്തിലേക്ക് പോകുന്നു, പാപമായിട്ട് മാറി. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മുടെ കിടക്കമേൽ ദൈവത്തെ ധ്യാനിച്ചുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്. സൂര്യൻ അസ്തമിച്ച് പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ കിടക്കുമ്പോഴും പിശാച് നമ്മുടെ മനസ്സിൽ കുറേ ചിന്തകൾ കൊണ്ടുവരും. പണ്ട് ചെയ്തത് 10 വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യം കണ്ടോ, ഇന്ന് നിന്നോട് കോപിച്ചതുപോലെ പണ്ടും ഇതേ കോപം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ആളിനും അവരുടെ മനസ്സിലും ഈ വിഷം കുത്തുവയ്ക്കും. പിശാചിൻ്റെ ഉദ്ദേശം അതാണല്ലോ, നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയും. ആരോടെങ്കിലുമൊക്കെ ഇന്ന് നിങ്ങൾ കോപിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്തിട്ട് നമുക്കിന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാം. പ്രിയമുള്ളവരെ, നമുക്കൊരു ചെറിയ ജീവിതമാണ് ദൈവം തന്നിരിക്കുന്നത്. ആ ജീവിതത്തിനിടയിൽ മറ്റുള്ളവരോട് ക്രോധവും കയ്പും അസൂയയും പകയും ഒന്നും വച്ചിരിക്കാതെ എല്ലാം വിട്ടുകളഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്ന് നിറയട്ടെ. ഗോഡ് ബ്ലെസ് യു.